ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഡി മണിക്ക് കുരുക്കുമുറുക്കിയാണ് SITയുടെ നീക്കം. കൂടുതൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് SIT നോട്ടീസ് നൽകി. ഈ മാസം 30-ന് ഹാജരാകുമെന്ന് മണി SITയെ അറിയിച്ചു. പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന ഇടനിലക്കാരനായ ശ്രീകൃഷ്ണന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ഹരിമോഹൻ, മണിയുടെ അടുത്തെത്തി. ഇനി SIT എങ്ങോട്ടാണ്? എന്താണ് നീക്കം? സുജയ, അന്വേഷണ സംഘത്തെ കടുത്ത ആശയക്കുഴപ്പത്തിലാക്കുക എന്നുള്ളതാണ് ഡിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഡി മണി എന്ന വിളിപ്പേരുള്ള വ്യക്തി, അതായത് പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് SITയുടെ ഒരു വിലയിരുത്തൽ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അവർ കാണുന്നത് ഡി മണിയെ ചോദ്യം ചെയ്തതിനു ശേഷം ഡി മണി പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ താനല്ല ഡി മണി എന്നുള്ള കാര്യം പറയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്വേഷണ സംഘത്തോടും അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. താൻ MS മണിയാണ്, തന്റെ പേര് ബാലമുരുകൻ എന്നല്ല ബാലസുബ്രഹ്മണ്യം എന്നുള്ളതാണ് എന്ന് ആവർത്തിച്ച ഇയാൾ പറയുകയാണ്. പക്ഷെ പ്രവാസി വ്യവസായിയെ കൃത്യമായി ഇയാളുടെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് SITക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി വ്യവസായിയുടെ അടുത്ത് വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്, ഒപ്പം തന്നെ പണമിടപാട് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയത്, കോടിക്കണക്കിന് രൂപ പണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കേരളത്തിലെ ഒരു ഉന്നതനും കൈമാറിയത് ഇതേ ആൾ തന്നെയാണെന്ന് പ്രവാസി വ്യവസായിക്ക് ചില ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് SITക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതേ ആളെ തന്നെ വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി SIT ഒരുങ്ങിയിരിക്കുന്നത്. ഇയാൾക്ക് അതിനുവേണ്ടി തന്നെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതും. തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിലുള്ള ഓഫീസിൽ SITയുടെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങളിൽ വ്യക്തത വരും എന്നുള്ളതാണ് SIT ഇപ്പോൾ വിലയിരുത്തുന്നത്. താങ്ക് യു. ഹരിമോഹനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.